പരിസ്ഥിതി സൗഹൃദ ഭവനം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു വീടും അതിൻ്റെ പരിസര കാഴ്ചകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇടം മണ്ണെടുത്തും മരം മുറിച്ചും വെടിപ്പാക്കുന്നതാണ് മലയാളികളുടെ പൊതുരീതി. പക്ഷേ പറമ്പിലുള്ള മരങ്ങളെ അതേപടി നിലനിർത്തി വെക്കുകയും ഒരു പടി കൂടി കടന്ന് വീടിനകത്തും പ്ലാന്റുകൾ വെച്ചുപിടിപ്പിച്ച കോഴിക്കോട് ജില്ലയിലെ മുക്കത്തെ ഹുസൈൻ്റെ വീടിനെ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം പരിസ്ഥിതി സൗഹൃദ ഭവനം എന്ന്. ജനൽപ്പാളി തുറന്ന് കൈ നീട്ടിയാൽ പറിച്ചെടുക്കാനാവുന്ന ഫലവൃക്ഷങ്ങൾ, റൂഫ് ടോപ്പിൽ വളർന്ന് പന്തലിച്ച പലതരം ചെടികൾ, വീടിനകത്ത് ചിട്ടയായി ക്രമീകരിച്ചു നട്ടുവളർത്തിയ ഇൻഡോർ പ്ലാന്റുകൾ, മുറ്റം നിറയെ തണൽ മരങ്ങൾ, നിത്യഹരിത വനമേഖലകളിൽ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു ഹട്ടിനെപ്പോലെ തോന്നും ഈ വീടും പരിസരവും. വിവിധ തരം അഗ്ലോണിമ, നാച്ചുറൽ ലുക്ക് ലഭിക്കത്തക്ക രീതിയിൽ സിമെൻ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചട്ടിയാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക്. 4 ഇനം സിസി പ്ലാന്റ് ആണ് ഇവിടെയുള്ളത്. റയറായിട്ടുള്ള സിസി പ്ലാന്റ്, വെരിഗേറ്റഡ് സിസി പ്ലാന്റ്, ഫിലോഡെൻഡ്രൻ. ചെടിയുടെ വേരാണ് ചട്ടിയുടെ വശങ്ങളിൽ കാണുന്നത്. കലേഡിയം. 30ഓളം തരത്തിലുള്ള കലാത്തിയയുടെ ശേഖരമാണ് ഇവിടെയുള്ളത്. സമയപരിധി മൂലം കലാത്തിയകളുടെ പേര് വിവരം പറയാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. കലാത്തിയ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത വീഡിയോയിൽ അവയെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. വീട് നിർമ്മാണത്തിൽ കഴിയുന്നത്ര ചിലവ് കുറക്കുകയും അതോടൊപ്പം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാൻ ഹുസൈൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. സാധാരണ ഏറ്റവും വില കൂടിയ ഇനം ടൈൽസാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ വില കുറഞ്ഞ ടൈൽസ്, സ്ക്വയർ ഫീറ്റിന് 30 രൂപയോളം വിലയുള്ള ടൈൽസാണ് പ്രധാന ഭാഗമായ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും സിറ്റ് ഔട്ട് പ്രൗഢിയോടെ ഗമയിൽ തിളങ്ങി നിൽക്കുന്നു. 15 വർഷം പ്രായമുള്ള ഫിംഗർ പാം. ഗ്രില്ലിൻ്റെ വശത്തായി വീടിനകത്തുള്ള ഒരു കുളം. ലോക്ക്ഡൗൺ സമയത്ത് വേസ്റ്റ് പലകയും ആണിയും ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റാൻഡിൽ സാൻസവേരിയയുടെ ഇരുവശങ്ങളിലായി സ്പൈഡർ പ്ലാന്റ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. സഫ്ലോറ. 30 വർഷത്തോളമായ ഒരു ഫേൺ. മെയിൻ ഡോർ തുറന്ന് വീടിനകത്ത് പ്രവേശിക്കുമ്പോൾ മണി പ്ലാന്റ്സ് മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് എത്തി നോക്കുന്ന കാഴ്ച നമ്മെ ഊർജ്ജസ്വലരാക്കുന്നു. ടീപ്പോയുടെ അടിയിൽ മണി പ്ലാന്റ്സ്. വിവിധ രാജ്യങ്ങളിലുള്ള ചെടികളാണ്. കരയിലും വെള്ളത്തിലും വളരുന്ന ചെടികൾ. എല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ച് ഹുസൈൻ്റെ വീട്ടിൽ ഓരോ നിമിഷവും സന്തോഷമായി കഴിച്ചുകൂട്ടുന്നു. വീട്ടിലെ ഓരോ ചെടിയും വീട്ടമ്മക്ക് തൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മ തനിയെ ആണെങ്കിൽ പോലും വീട്ടിൽ ധാരാളം പേർ തന്നോടൊപ്പമുണ്ട് എന്ന തോന്നൽ വരികയും ഏകാന്തത ഒരിക്കലും അനുഭവപ്പെടാതെ നല്ല പ്രസരിപ്പോടെ കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നു. വീടിൻ്റെ 1-ാം നിലയിലും 2-ാം നിലയിലും ധാരാളം ഇൻഡോർ പ്ലാന്റുകൾ. വീടിൻ്റെ ടെറസിൽ ലോങ്കൺ, റംബുട്ടാൻ, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് തുടങ്ങിയ കൃഷികളും. മൊത്തത്തിൽ നോക്കുമ്പോൾ വീട് വെക്കുന്നതിന് മുമ്പ് എത്ര മരങ്ങൾ ഉണ്ടായിരുന്നോ അതിൻ്റെ 3 ഇരട്ടിയോളം മരങ്ങൾ ഇപ്പോൾ ഹുസൈൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മാതൃക നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു സിമ്പിൾ സ്റ്റാൻഡ് ഉപയോഗിച്ച് ഡൈനിങ് ടേബിളിന് അല്പം സ്വകാര്യത നൽകിയിരിക്കുന്നു. എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റാൻഡ് നീക്കി നമുക്കിത് വലിയ ഹോളാക്കി മാറ്റുകയും ചെയ്യാം. അടുക്കളയോടോരം ചേർന്നൊരു കുളം. ഫാമിലി ലിവിംഗ് ആണ്.
ഇവിടെയാണ് TV അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TVയിൽ പരസ്യം വരുന്ന സമയത്ത് ചെടികൾ കണ്ട് ആസ്വദിക്കാം. ഫാമിലി ലിവിങ്ങിൽ നിന്നും പുറത്തേക്കുള്ള ഒരു ബാൽക്കണി. അനുകൂല സാഹചര്യങ്ങൾ വീടിനകത്ത് നാം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പക്ഷികൾ വീടിനകത്തും കൂടുകൾ നിർമ്മിച്ച് താമസിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഹുസ്സൻ്റെ വീട്ടിൽ ഏറെ പ്രയാസപ്പെടേണ്ടി വരില്ല. കൈ നീട്ടിയാൽ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന ഫലവൃക്ഷങ്ങൾ. 8 വർഷമായ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം 5 സെൻറ്റിൽ വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ 10 വർഷമായ സ്വീറ്റ് ലൂബിയുടെ മരം 3 സെൻറ്റിൽ നിറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഇലക്ക് നല്ല ഭംഗിയാണ്. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വർണ്ണത്തിന്റെ കളറാണ്. അടിഭാഗം നല്ല ഗോൾഡൻ കളർ അല്ലേ? ഒരു പ്രത്യേക തിളക്കാണ്, നല്ല ഭംഗിയാണ്. വിദേശത്ത് ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ഈ ആവശ്യത്തിന് നിർത്തുന്നുണ്ട്. വീടിന്റെ അടുത്ത് ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്. ഇപ്പൊ പഴമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ബാൽക്കണിയിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ബാൽക്കണിയിൽ തന്നെ പറിക്കാൻ പറ്റും പഴമായി കഴിഞ്ഞാൽ. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഇതേമാതിരി പഴമായി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ പറിച്ച് ആൾക്കാർ കൊടുക്കും. ലാളിത്യം നിറഞ്ഞ കോണി. കുറഞ്ഞ സമയം കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രൗഢിയോടെ ഇരുമ്പിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തെടുത്ത മനോഹരമായ കോണി. വെരിഗേറ്റഡ് പാം ടയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ലാൻഡ്സ്കേപ്പ്. വീടിൻ്റെ വാളും മുകൾ ഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശം വീടിനകത്തേക്ക് നേരിട്ട് ലഭിക്കത്തക്ക രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയം പുറത്ത് ലഭിക്കുന്ന ഏറെക്കുറെ പ്രകാശവും വീടിനകത്തും ലഭിക്കുന്നു. രാത്രിയിൽ നിലാവെളിച്ചത്തിൽ നമ്മുടെ നിഴൽ വീടിനകത്ത് കാണുന്നത് നമ്മുടെ ചിന്തയെ മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓപ്പൺ എയർ ബാത്റൂം. മുകളിൽ പർഗോള കൊടുത്തിരിക്കുന്നു. ഓപ്പൺ എയറിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന അതേ അനുഭവം നമുക്ക് ഈ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നു. ഓരോ ഘട്ടത്തിലും ഒരു സഹായി എന്നോണം അദ്ദേഹത്തിൻ്റെ പ്രിയതമയും കൂടെയുണ്ട്. ഇൻഡോർ ചെടികൾ പൊതുവെ നമുക്ക് വളർത്താൻ നല്ലൊരു സംഭവമാണ്. ഇൻഡോർ ചെടി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പ്രായമായവരുണ്ട്, എല്ലാ രോഗങ്ങൾക്കുള്ളവർക്കും ഒക്കെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സമാധാനവും മനസ്സിന് ആശ്വാസവും വരും. വെള്ളം നനക്കണമെങ്കിൽ ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിലിങ്ങനെ തൊട്ട് നോക്കി നമ്മളൊന്ന് നോക്കിയാൽ മതി. ഈ പറമ്പിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഫാമിലി സിറ്റിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടിൻ്റെ ഭാഗമാണിത്. ഗ്രില്ലിൻ്റെ ഒരു വശത്ത് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. മറുവശത്ത് ഒരു അരുവി കളകളനാദത്തോടെ ഗ്രില്ലിന് സമാന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഫാമിലി സിറ്റിംഗ് ഒരു കാടിൻ്റെ എല്ലാ സ്വഭാവവും നമുക്ക് തരുന്നു. വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ നാം ചിലവഴിക്കുമ്പോൾ. തൻ്റെ ടെറസിലെ കൃഷിയിടത്തേക്ക് എത്തിച്ചേരാൻ പ്രത്യേകം സൗകര്യപ്പെടുത്തിയ കോണി. ഇത് ടെറസിന്റെ മുകളിലുള്ള ഒരു മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു തോട്ടം എന്ന് പറയാം. ഒരു 100-ലധികം ചട്ടികളിൽ വലിയ ചെടികളുണ്ട്. ഇതിലൊക്കെ അങ്ങനെ 100 കണക്കിന് കായകൾ വരുന്നുണ്ട്. ഇതൊക്കെ പൂക്കളാണ്. ഇതൊക്കെ ഇപ്പോൾ ഒരു വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി കായ വരും. നിറയെ ഒരു ചെടിയിൽ തന്നെ 10-200 കായകളൊക്കെ വരും. ഇത് ബുഷ് ഓറഞ്ച് ചെറുനാരങ്ങൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഒരു ജ്യൂസിന് വെള്ളം ഉണ്ടാക്കാൻ, ജ്യൂസ് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു സാധനമാണ്. ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഒരു ലെമൺ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഈ ബുഷ് ഓറഞ്ച്. അപ്പോൾ ഇതും ഒരു പൊതിനയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു വെള്ളം, ഒരു മിൻറ്റ് ലൈം എന്ന് പറഞ്ഞ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒരു ചട്ടിയിൽ, അതായത് ഈ മിൻറ്റും ഈ ചട്ടിയിലാണുള്ളത്, ഇതും ഈ ചട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലെമണും 2 മിൻറ്റും എടുത്തു കഴിഞ്ഞാൽ അവരെ ചട്ടിയിൽ നിന്ന് തന്നെ എടുത്ത് നമുക്കൊരു ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 40 കവറിലാണ് ചെയ്തത്. 8 മാസമായി ചെയ്തിട്ടുണ്ട്. 8 മാസത്തോളം വളർച്ചയായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അടുത്ത സീസണിൽ ഫസ്റ്റിൽ തന്നെ ഏപ്രിലിൽ തന്നെ ഇതിൽ കായ് വരും. നല്ല കരുത്തുള്ള നല്ല ഗ്രോത്താണ് അല്ലേ?
ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ റെഡ്. റെഡ് വെറൈറ്റിയാണ് മുഴുവൻ അല്ലേ? ആ, ഇത് പിന്നെ ടെറസിൻ്റെ ഏറ്റവും മൂലയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ടെറസ് മുഴുവൻ, ബാക്കിയുള്ള സ്ഥലം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. 40 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളുള്ള ഒരു ടെറസാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ടെറസ് ഒട്ടും ഉപയോഗപ്പെടുത്തില്ല എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊരു വെരിഗേറ്റഡ് പിന്നെ ആമ്പലാണ്, ഇല വെരിഗേറ്റഡ് ആയത്. ഇത് വെള്ളത്താമര. അതായത് പിന്നെ ഇത് ലോട്ടസ്. 8 വർഷം പഴക്കമുള്ള ഒരു സ്വീറ്റ് അമ്പയാണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ചമ്മന്തി, അച്ചാറ്, പഴുത്താല് പഴമായിട്ട് ഉപയോഗിക്കാം. നാര് ഉണ്ടാവില്ല അല്ലേ? നാരുണ്ടാവില്ല, ഒരു കുരു മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കണ്ണിമാങ്ങന്റെ ഒരു ടേസ്റ്റാ വരുന്നത് അല്ലേ? പഴുത്ത മാങ്ങന്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതാണ് നല്ല പഴുത്തിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയ മാങ്ങ ഈ പരുവത്തിൽ നല്ല മധുരമാണ്. ആണോ? ഇതൊന്ന് നമുക്ക് പൊളിച്ചു നോക്കിയാലോ? കണ്ട, അമ്പഴമാണ് തിന്നുന്നത്, പഴുത്ത അമ്പഴം. സാധാരണ അമ്പഴം നമുക്ക് വായൻ്റെ തൊട്ടടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സ്വീറ്റ് അമ്പഴമാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? മധുര സ്വീറ്റ് തന്നെയാണല്ലേ? പേര് പോലെ സ്വീറ്റ് തന്നെയാണ്. ഇത്ര മഴയൊക്കെ ആയിട്ടും ഇതിങ്ങനെ മധുരം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുരു മാത്രമേ ഉണ്ടാവുള്ളൂ. ടെറസിലെ റംബൂട്ടാൻ. ഇത് കുറ്റിക്കുരുമുളക്. ഇതിൽ കരിമുണ്ട എന്ന് പറഞ്ഞ വെറൈറ്റിയും പന്നീർ എന്ന് പറഞ്ഞ 2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ സമയത്തും കായ വരും. ഇത് ഗ്രോ ബാഗിൽ ഇഞ്ചി വളർത്തുക. അപ്പോൾ ഗ്രോ ബാഗിലാണ് ഇഞ്ചി ഉള്ളത്. അപ്പോൾ ഇതിലൊരു 4 ഗ്രോ ബാഗിലുള്ള ഇഞ്ചി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഫാമിലിക്ക് ഒരു വർഷം ഫുള്ള് ഉപയോഗിക്കാനുള്ള ഇഞ്ചി കിട്ടും. അപ്പോൾ ഇഞ്ചി എന്നുള്ള പച്ചക്കറി ലിസ്റ്റിൽ നിന്ന് ഇഞ്ചിയെ നമുക്ക് കട്ട് ചെയ്യാം. അതുണ്ടെങ്കിൽ കുരുമുളകും കട്ട് ചെയ്യാം. ഇതിന് മഴക്കാലത്ത് ഇത് നന്നായതുകൊണ്ട് ഇത് നനയെ വേണ്ട. വേനലാകുമ്പോഴത്തേന് ഇത് ഇഞ്ചി പാകമായി, പിന്നെ നനക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനാകെ ഒരു 300 രൂപ ചിലവ്, 250-300 രൂപ ചിലവ് വരുള്ളൂ. ഈ 4 ഗ്രോ ബാഗ്. ആ ഗ്രോ ബാഗ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം, മണ്ണും യൂസ് ചെയ്യാം വീണ്ടും. അതെ. അപ്പോൾ ഇതിലൊരു നഷ്ടം എന്ന് പറഞ്ഞ സംഭവമല്ല. വിത്തിന് വെക്കുന്ന ആദ്യത്തിൽ വാങ്ങുന്ന ഇഞ്ചിൻ്റെ പൈസ നമ്മൾ മുടക്കേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇഞ്ചി എടുത്തിട്ടാണല്ലോ വിത്തിന് വെക്കുന്നത്. 250 രൂപ ആദ്യം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കാലാകാലത്തിനുള്ള ഇഞ്ചി കിട്ടും എന്നുള്ളതാണ്. കാലാപതിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി അല്ലേ? എന്താ ഈ വെറൈറ്റിന്റെ പ്രത്യേകത? ഓവൽ ഷേപ്പാണ്, നല്ല സ്വീറ്റാണ്, നല്ല മധുരം, നല്ല സ്വീറ്റ് ആണ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ സാധാ സപ്പോർട്ടബിൾ, ഇത് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. തൊലിയോട് കൂടി കഴിക്കാം. നമുക്ക് കഴിക്കാം. ഞാനൊക്കെ സ്ഥിരമായിട്ട് തൊലി കളയാതെ കഴിക്കും. തൊലി കളയേണ്ട ഒരു കാര്യമില്ല. അതിൽ വേറെ ഒന്നും മരുന്നുകളൊന്നും അടിക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് കഴുകിയിട്ട് ഒന്ന് തൊലിയോട് കൂടി നമുക്ക് കഴിക്കാന്നുള്ളതാണ്. അപ്പൊ തൊലിക്ക് കയ്പോ അങ്ങനത്തെ വല്ലതും? ഒരു കയ്പില്ല. നല്ലതാണ് അല്ലേ തൊലി അടക്കം കഴിക്കുന്നത്? ചെത്തിയിട്ട് കുറെ പഴങ്ങളും നഷ്ടപ്പെടുന്നുണ്ടല്ലോ. 3 വർഷം പ്രായമായ വെരിഗേറ്റഡ് സപ്പോട്ടയാണ്. ഈ പഴത്തിന് മധുരം, ഓവർ മധുരം ഉണ്ട്. നല്ല മറ്റുള്ള സപ്പോട്ടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ മധുരമാണ്. പിന്നെ ഉള്ളിലൊരു ബ്ലാക്ക് കളറാണ് പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഇലകൾ ഇങ്ങനെ ഒരു നമ്മളെന്താ ഒരു വെരിഗേറ്റഡ് ആയിട്ട് മിലിറ്ററി ഡ്രസ്സാണ്. അതുകൊണ്ട് മിലിറ്ററി സപ്പോർട്ട എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഓർണമെന്റലായിട്ട് മുറ്റത്ത് വളർത്താൻ പറ്റും. ഇത് ലോങ്കൺ പഴമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലിച്ചി എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. മാർക്കറ്റിലൊക്കെ വാങ്ങുന്നിടത്ത് ലിച്ചി എന്നാണ് പറയുക. പക്ഷേ ഇതിൻ്റെ ശരിക്കും പേര് ലോങ്കണാണ്. റംബൂട്ടാൻ പോലെ തന്നെ ഒരു ഫ്ലഷ് ആയിട്ടുള്ളൊരു പഴമാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളായ മുളയുടെ ശബ്ദം നമ്മെ സംഗീത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പേർഷ്യൻ കാറ്റ്. 3ാമത്തെ പ്രസവം. 2 മാസം പ്രായം തികഞ്ഞ 6 കുട്ടികൾ. നമ്മളോട് നല്ല ഇണക്കമുള്ള തരം പൂച്ചയാണ്. ഭക്ഷണം യഥാസമയം നൽകിയാൽ ഒരു ശല്യവുമില്ല. നാടൻ പൂച്ചയെപ്പോലെ കട്ടു തിന്നുന്ന സ്വഭാവം ഇതിന് ഇല്ല എന്ന് തന്നെ പറയാം. ജാവ പക്ഷികൾ. കൊക്കോറ്റിൽ
സൺ കൊനിയർ, ഗ്രീൻ ചിക്ക്, ഹാംസ്റ്റർ, ഹുസനും കുടുംബവും വീട്ടിൽ സന്തുഷ്ടരാണ്. ഹുസൻ്റെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്തു ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഒരു നിയോഗം പോലെ ഹുസൻ അയാളുടെ ഭൂമിയിൽ കർമ്മനിരതനാണ്. എല്ലാ താല്പര്യങ്ങൾക്കും അപ്പുറം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പ്രകൃതിയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതികൾ, നിർമ്മിതികൾ എല്ലാം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഹുസൻ പറമ്പിലേക്കിറങ്ങി പുതിയൊരു പൂവിനോ കായ്കൾക്കോ വേണ്ടി മണ്ണൊരുക്കുകയായിരിക്കും. അത് മാത്രമാണ് ശ്രീമാൻ ഹുസൻ.